വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ, റിമ മിസ് ആണ്. ഓക്കെ, നമ്മുടെ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് മെഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് മൻസബ്ദാരി സിസ്റ്റം. ഓക്കെ, എന്താണ് മൻസബ്ദാരി സമ്പ്രദായം? മുഗൾ ആർമി എന്നൊക്കെ അറിയപ്പെടുന്നതാണിത്. ഓക്കെ, അതായത് നമ്മുടെ അക്ബർ ചക്രവർത്തി, മുഗൾ സാമ്രാജ്യത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു അക്ബർ ചക്രവർത്തി. അദ്ദേഹം നമ്മുടെ മുഗൾ സാമ്രാജ്യം, അതായത് മുഗൾ കിങ്ഡത്തെ എക്സ്പാൻഡ് ചെയ്യാൻ, വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർമിയാണ് എന്ത്? മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മൻസബ്ദാരി വാസ് ദ സിസ്റ്റം. അല്ലെ, എന്താണടാ? അതൊരു മിലിറ്ററി സിസ്റ്റം ആണ്. മൻസബ്ദാരി എന്താണടാ? ഒരു മിലിറ്ററി സിസ്റ്റം ആണ്, ഒരു സൈനിക സമ്പ്രദായമാണ് എന്ത്? മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹത്തിന്റെ സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശക്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെന്റ് അണ്ടർ ഹിം. ഈ ഒരു സമ്പ്രദായ പ്രകാരം അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടാവും. ആ ഓഫീസേഴ്സിന്റെ കീഴിൽ എന്താണ്? കുറച്ച് റെജിമെന്റ്, കുറച്ച് സൈനിക പടയെ നിലനിർത്തേണ്ടതുണ്ട്. ഓക്കെ, ദെൻ മൻസബ് എന്ന് പറയുന്നത്, മൻസബ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കാവൽറി ഈച്ച് ഓഫീസേഴ്സ് റിക്വയർഡ് ദ മെയിൻറ്റെയിൻ. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് നമ്മൾ മൻസബ് എന്ന് റെഫർ ചെയ്യുന്നത്, മൻസബ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ the rank of the mansab was determined by the number of soldiers to be maintained. അതായത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ച്, അതായത് ഓരോ ഓഫീസർമാരും നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് എന്ത്? ഓരോ ആൾക്കും, ഓരോ ഓഫീസേഴ്സിനും ഓരോ റാങ്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ഓരോ പൊസിഷൻ, പദവി കൊടുത്തുകൊണ്ടിരുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അതായത് ഓരോരുത്തരും, ഓരോ ഓഫീസേഴ്സും കീപ്പ് ചെയ്യുന്ന സൈനിക പടകളുടെ എണ്ണത്തിനനുസരിച്ചാണ് എന്ത്? റാങ്ക്. ഓരോ മൻസബ്ദാർമാർക്കും എന്താണ്? റാങ്ക് നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ അതായത് നമ്മൾ ഈ മൻസബ്ദാർമാർക്കില്ലേ, അവർക്കെന്താടാ? were allotted land according to their ranks. അവരുടെ പദവിക്കനുസരിച്ച് ഓരോ ഓഫീസർമാരുടെ, അതായത് ഓരോ മൻസബ്ദാസിന്റെയും പദവി അല്ലെങ്കിൽ റാങ്ക് അനുസരിച്ച് എന്താണ്? അവർക്ക് ലാൻഡ്, ഭൂമി കൊടുക്കുകയായിരുന്നു, ലാൻഡ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ മൻസബ്ദാർ മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം അലോട്ടഡ് ടു ദം. അതായത് അവർക്ക് കൊടുത്തിട്ടുള്ള ആ ലാൻഡിലെ മക്കളെ, കൊടുത്തിട്ടുള്ള ലാൻഡില് നികുതി പിരിക്കാനുള്ള റൈറ്റ് ആർക്കായിരുന്നു? ഇവർക്കായിരുന്നു, മൻസബ്ദാർമാർക്കായിരുന്നു. അതായത് ഈ മൻസബ്ദാർമാരെന്താണ്? അവർക്ക് കിട്ടുന്ന, അതായത് അവർക്ക് അലോട്ട് ചെയ്തിരുന്ന ആ ലാൻഡിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. ഈ ടാക്സ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നറിയോ? അവരുടെ ആ ആർമിയെ, ആ ഒരു സൈനിക പടയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരെ സൈന്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത്? ആ ഒരു ടാക്സ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നോക്കിക്കോ, ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മൻസബ്ദാർമാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ടാക്സ് കൊണ്ടാണ് എന്ത്? അവരവരുടെ സൈന്യത്തെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ സൈനിക പടകളെ, ഓരോ മൻസബ്ദാർമാർ എന്താ? അവരുടെ സൈനിക പടയെ നിലനിർത്തിയിരുന്നത് എങ്ങനെയാണ്? അത് ടാക്സ് അല്ലെ, അവർക്ക് കിട്ടുന്ന, ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നികുതി യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ദെൻ ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റെജിം സ്ട്രോങ്ലി. ഓക്കെ, അതായത് ഭരണം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ പ്രമുഖരുടെയും ഒക്കെ എന്താണ്? പിന്തുണ ആവശ്യമായിരുന്നു. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ്. ഏത്? ഈ ആർമി, മുഗൾ ആർമി ഏതായിരുന്നു? മൻസബ്ദാരി സിസ്റ്റം ആയിരുന്നു. അപ്പൊ നിങ്ങൾ മൻസബ് എന്താണെന്നും, ഈ മൻസബ്ദാർമാർക്ക് എന്താണ്? ലാൻഡ് പ്രൊവൈഡ് ചെയ്തെന്നും, ആ ലാൻഡിലുള്ള ടാക്സ് ഉപയോഗിച്ച് അവരുടെ സൈനിക പടയെ നിലനിർത്തിയിരുന്നു. അതായത് അവർക്ക് എങ്ങനെയാ റാങ്ക് കൊടുത്തോണ്ടിരുന്നതെന്ന് അറിയോ? എങ്ങനെയാ കൊടുത്തോണ്ടിരുന്നത്? അവര് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു അവർക്ക് റാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.